ഇത് പുഴുതെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കേസാണ്. അതുമല്ല ഞാനും പങ്കുവും മാത്രമേ ഉള്ളൂ ഇത് പൊക്കുന്നതിനായിട്ട്. നന്നും ഇത് വന്നിട്ടില്ല, അവനിതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ വീണ്ടും അതിനെ ഒന്നുകൂടെ ഒന്ന് തോണ്ടി കൊടുക്കാം, അതിനെ പൊക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. പങ്കു പരാക്രമം നടത്തുന്നുണ്ട്. അപ്പോൾ പങ്കുവിനെ മാറ്റി നിർത്തിയിട്ട് ഒന്നുകൂടെ മൂടൊന്ന് തോണ്ടി കൊടുക്കാം. ഈ ചീനി നമ്മൾ കൃഷി ചെയ്തേക്കുന്ന പ്രത്യേകമായിട്ടുള്ള രീതിയിലാണ്. ആദ്യം നല്ല വിസ്താരത്തിനൊരു കുഴി തയ്യാറാക്കും. അതായത് കുഴി എന്ന് പറഞ്ഞാൽ നല്ല വിസ്താരത്തിനുള്ളൊരു കുഴിയാണ്, 1.5 അടി വീതിയിൽ. എന്നിട്ട് അതിനകത്ത് ചവറൊക്കെ നിറച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് ഈ മരക്കമ്പ് നട്ടേക്കുന്നത്. അപ്പോഴും നമുക്ക് ചുറ്റിനും പടർന്ന് കിഴങ്ങിറങ്ങുന്നതിനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഈ നമുക്ക് കൂടുതൽ വിളവ് ഒരേ മരിച്ചീനിയിൽ നിന്നും കിട്ടുന്ന, അതാണ് മരിച്ചീനി കൂടുതൽ വിളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ പുഴുതെടുത്ത് കണ്ട കംപ്ലീറ്റ് എലി തിന്നേക്കാണ്. വലിയ കിഴങ്ങുകളാണ്, പാറ്റൻ ടാങ്ക് കണക്ക് കണ്ടോ, വലിയ കിഴങ്ങുകൾ. നമ്മൾ പറയുന്നതിന് ഇത് നമ്മൾ വയലിൽ 2-3 മൂട് നട്ടിട്ട് പുഴുതെടുത്തിട്ടുണ്ട്. പക്ഷേ അന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല.